പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്ന പശ്ചാത്തലത്തിൽ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് വഴി പോകുന്ന കപ്പലുകളിൽ ഇന്ത്യൻ ജീവനക്കാരെ നിയോഗിക്കരുതെന്ന് കേന്ദ്ര സർക്കാരിന്റെ കർശന നിർദ്ദേശം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷനാണ് ഇത് സംബന്ധിച്ച പുതിയ നിർദ്ദേശം ഷിപ്പിംഗ് കമ്പനികൾക്ക് നൽകിയത്. കപ്പൽ ഉടമകൾ, കപ്പൽ മാനേജർമാർ, റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്കുമായി അയച്ച കത്തിലാണ് നിർദ്ദേശം. ഇന്ത്യൻ നാവികരെ ഈ മേഖലയിലൂടെയുള്ള യാത്രകളിൽ നിയോഗിക്കുന്നത് താൽക്കാലികമായി ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടാണ് 2026 36 നമ്പർ DGMA സർക്കുലറിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അടുത്ത ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഈ വിലക്ക് തുടരുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വൻതോതിൽ രൂക്ഷമാകുന്നതിനെ തുടർന്ന് ഇന്ത്യയുടെ അടിയന്തര നീക്കം. ഇറാനിയൻ കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിൽ US ഉപരോധം പ്രഖ്യാപിച്ചതോടെ മേഖലയിലെ കപ്പൽ ഗതാഗതം കടുത്ത ഭീഷണിയിലാണ്. ഈ സാഹചര്യത്തിൽ മേഖലയിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണ സാധ്യതകളും ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ മുൻകരുതൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം ഇറാനെതിരെ കടുത്ത മുന്നറിയിപ്പുമായി വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇറാനെ പരാജയപ്പെടുത്തുമെന്നും വളരെ പെട്ടെന്ന് തന്നെ അവർ തോൽവി സമ്മതിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പെൻസിൽവാനിയ ഡിഫൻസ് ആൻഡ് ഇന്നൊവേഷൻ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്കയുടെ നീക്കങ്ങളിൽ ഇറാൻ അസ്വസ്ഥരാണെന്നും ഒത്തുതീർപ്പിന് ആഗ്രഹിക്കുന്നുണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഒത്തുതീർപ്പിലെത്താനാണോ അവസാനിപ്പിക്കാനാണോ എന്ന് ഉടൻ തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന ശക്തമായ പ്രതികരണവുമായി ഇറാനും രംഗത്തെത്തി. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ സംരക്ഷിക്കുന്നതിലാണ് ശ്രദ്ധയെന്ന് ഇറാന്റെ മധ്യസ്ഥ ചർച്ചകളിലെ പ്രധാനി മുഹമ്മദ് ഭഗീർ ഗാലിബാഫ് പ്രസ്താവിച്ചു. അനിവാര്യവും നിലനിൽപ്പിന് വേണ്ടിയുള്ളതുമായ യുദ്ധത്തിലാണ് തങ്ങളെന്നും ഗാലിബാഫ് വ്യക്തമാക്കി. മേഖലയിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിടുന്നത് തുടരുമെന്ന് ഇറാന്റെ ശക്തമായ റവല്യൂഷണറി ഗാർഡും പ്രതികരിച്ചു. സംഘർഷം ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒന്നാക്കി മാറ്റണമെന്ന് അമേരിക്ക കരുതേണ്ടെന്നും US സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും പറഞ്ഞ റവല്യൂഷണറി ഗാർഡ് വക്താവ് ഹൊസൈൻ മൊഹബാബി അടുത്ത ഘട്ടം ഉടൻ ആരംഭിക്കുമെന്നും വ്യക്തമാക്കി. അതേസമയം 2024 തടവിലാക്കിയ അമേരിക്കൻ വനിതയെ രാജ്യം വിടാൻ ഇറാൻ അനുവദിച്ചതായി ട്രംപ് അറിയിച്ചു. അവർ ഇപ്പോൾ സുരക്ഷിതമായി ഇറാന്റെ പുറത്തെത്തിയെന്നും ഇറാന്റെ നല്ല മനസ്സിനെ അമേരിക്ക അഭിനന്ദിക്കുന്നുവെന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി വ്യക്തമാക്കി. 4 മാസത്തിലേറെയായി തുടരുന്ന ഇറാൻ യുദ്ധം ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായുള്ള പോരാട്ടമായി മാറിയിരിക്കുകയാണ്. ഇറാനിയൻ കപ്പലുകൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ തങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള പാത പിന്തുടരാത്ത കപ്പലുകൾക്ക് നേരെ ഇറാൻ സൈന്യം ആക്രമണം നടത്തുന്നുണ്ട്. ലോകത്തിലെ ആകെ എണ്ണ ദ്രവീകൃത പ്രകൃതിവാതക വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. ഒമാനും ഇറാനും ഇടയിലുള്ള ഈ കടലിടുക്കാണ് എണ്ണ കയറ്റുമതി ചെയ്യുന്ന പ്രധാന രാജ്യങ്ങളിൽ നിന്നുള്ള ഏക സമുദ്രപാത. 33 കിലോമീറ്ററാണ് കടലിടുക്കിന്റെ ഏറ്റവും കുറഞ്ഞ വീതി. ഇതിലൂടെ ഇരുവശത്തേക്കുമുള്ള കപ്പൽ പാതയ്ക്ക് 3 കിലോമീറ്റർ വീതി മാത്രമാണുള്ളത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.